വാട്സപ്പ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട ബജ്ജിയാണ്. ഒരു പുതിയ തരം മുട്ട ബജ്ജി. അപ്പോൾ അതിന് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ്: കുരുമുളക്, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ സവാള, ഒരു ചെറിയ സവാളയാണ് ഞാനതെടുത്തൊന്ന് അരിഞ്ഞു. വെളുത്തുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിരുന്നു. കുറച്ച് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി. പിന്നെ മല്ലിയില വേണ്ടവർക്ക് ഉപയോഗിക്കാം. ചിലർക്ക് അതിൻ്റെ ചുവ ഇഷ്ടമല്ല, അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. പക്ഷെ കറിവേപ്പില ഒഴിവാക്കരുത്. അപ്പം മല്ലിയില ഇട്ട് കറിവേപ്പില ഇട്ടു. പിന്നെ തേങ്ങ ഒരു 3 ടീസ്പൂൺ വരുന്ന തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്തല്ല, തേങ്ങാപ്പീര ഇട്ടു. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇടുവാണ്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിന് ശേഷം പെരിഞ്ജീരകം കൂടി ചേർക്കണം. അതൊരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരക പൊടി ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പം പൊടി ചേർത്തത്. അല്ലെങ്കിൽ പെരിഞ്ജീരകം ആണെങ്കിൽ ഒരു അല്ലാത്തതാണെങ്കിൽ അത് ഇതിനൊപ്പം ചേർത്താൽ മതിയാവും. ഞാൻ പൊടിയാണ് ചേർത്തത്. എന്നിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് ചെറുതായിട്ട്, ഒത്തിരി ഒന്നും ചേർക്കണ്ട. നമുക്കൊന്ന് ഒരു കുഴമ്പ് രൂപത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മീഡിയം പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഒത്തിരി അരഞ്ഞും പോകരുത്, എന്നാൽ അറിയാതിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ഞാൻ ഒരു മീഡിയം ടൈപ്പ് സ്പൂൺ, അതായത് ഏകദേശം ഒരു 2 ടീസ്പൂൺ വരുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പൊടി ഇടുന്ന ഒരു ടേസ്റ്റിക്ക്, ഒരു ക്രിസ്പിനെസ്സിനൊക്കെ വേണ്ടിയാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ മുട്ടയിൽ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, മുട്ട കലക്കിയപ്പോഴത്തേക്കിനും. ഇതിലേക്ക് ഒരു സ്വല്പം ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർക്കുക. മുട്ട അടിച്ചപ്പോൾ കുറച്ചേറെ ഉപ്പ് ചേർത്തെങ്കിൽ ഇതിൽ കുറച്ച് ചേർത്താൽ മതി, അതിൽ കുറവ് ചേർത്താൽ മതി. പാകത്തിന് ചേർത്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്യാം നമുക്ക്. ഈ മുട്ട ബജ്ജി ഞാൻ തയ്യാറാക്കുന്നത് ഇഡലി കുക്കറിലാണ്. ഇഡലി കുക്കറോ ഇഡലി പാത്രം നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റേതൊരു ചെറിയൊരു ഇഡലി പാത്രമാണ്. ഞാൻ അന്നേരം അതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അപ്പം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ആവി വന്ന് തട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാനൊരു ചെറിയ പാത്രം വെക്കുകയാണ്. ഒരു സ്റ്റീൽ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ പാത്രം. അതിലേക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ മുട്ട അതിലേക്ക് ഒഴിക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തയ്യാറാകും. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതിയാവും. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ തിളച്ച് തൂകും. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ചെറുതായിട്ട് 3 or 4 പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ 3 മുട്ടയുടെ കൂട്ടായിരുന്നു തയ്യാറാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് മിക്സ് ചെയ്തത് വേണം നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് എടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണെങ്കിൽ നന്നായിരിക്കും, ഒന്ന് ടേസ്റ്റ് കൂടും. അപ്പം മിക്സ് വരട്ടി എണ്ണയിലേക്ക് ഇടും. ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മുട്ട ബജ്ജി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ദോശ, ഇഡലി ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ബജ്ജിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. തയ്യാറാക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.